ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു കുറേ വീഡിയോസും കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ OnePlusന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ OnePlus ആക്ച്വലി അവരുടെ ഡിസ്പ്ലേമേ ലൈഫ് ടൈം ഫ്രീ ഗ്രീൻ ലൈൻ വാറണ്ടി കാണാനൊക്കെ കൊടുക്കുന്നത്. അതായത് നമ്മൾ നിങ്ങളുടെ ഫോൺ വാറണ്ടി കഴിഞ്ഞാലും എന്തെങ്കിലും കാരണവശാൽ ഗ്രീൻ ലൈൻ വന്നു കഴിഞ്ഞാൽ അവർ എപ്പോഴായാലും വിത്തൗട്ട് എനി ക്വസ്റ്റ്യൻ ആസ്ക്, അതായത് ഫിസിക്കൽ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്പ്ലേ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് തന്നെ മാറ്റിത്തരുന്നു പറഞ്ഞാൽ അവരൊരു വാറണ്ടി ഉണ്ട്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക OnePlus 13 തൊട്ടാണൊക്കെ അവർ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു പ്ലാനിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. അത് ഇപ്പോൾ ആക്ച്വലി പണി കിട്ടിയിട്ടുണ്ട് കുറച്ച്. അതായത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ ഒരു ചെറിയ പണി കൊടുത്തിട്ടുണ്ട് ടാക്സിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അത് ഇങ്ങനെ പോവുകയാണെങ്കിൽ 92 lakhs ആണ്, 92 crore ആണ് ഇപ്പോൾ അടയ്ക്കാൻ പറഞ്ഞേക്കുന്നത് നമ്മുടെ OnePlusനോട്. അപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ അവർ ആക്ച്വലി ചിലപ്പോൾ ഇന്ത്യയിൽ ഈ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി എടുത്ത് കളയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലൈഫ് ടൈം ഫ്രീ വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി OnePlusനാണ് ഈ റീസെൻ്റ്ലി ആദ്യമായിട്ട് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ അതങ്ങനെയാണ് അവരുടെ ആ മാർക്കറ്റ് ഷെയർ ഒക്കെ ഇടിയാൻ കാരണം. എന്നിട്ടാണ് അവർ ഈ പരിപാടി കൊണ്ടുവന്നത്, ലൈഫ് ടൈം ഫ്രീ ആയിട്ട് ഡിസ്പ്ലേ മാറ്റി കൊടുക്കുന്നത്. ഇനി അത് പോയി കഴിഞ്ഞാൽ OnePlusൻ്റെ അവസ്ഥ എന്താവുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ റീസെൻ്റ്ലി വേറൊരു ന്യൂസ് വന്ന് നടക്കുന്നുണ്ട്. OnePlus ഇന്ത്യയിൽ നിർത്താൻ പോവാണ്. അവരുടെ OnePlus 15S എന്ന് പറഞ്ഞ മോഡൽ നിർത്തി. Open 2, അതായത് അവരുടെ ഫോൾഡബിൾ Open 2 ഇന്ത്യയിൽ ഇറക്കുന്നില്ല. അപ്പോൾ OnePlus കെട്ടി മടക്കി പോകാൻ പോവാണ്. ഇനി OnePlus എന്നുവെച്ചാൽ കമ്പനിയെ ഇല്ല, അവർ ഷട്ട് ഡൗൺ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫേക്കാണ്. ആക്ച്വലി OnePlus തന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഒഫീഷ്യൽ ഇത് വെച്ചിട്ടുണ്ട്. അവർ നിർത്തി പോകുന്നില്ല. അവർ ഇതുപോലെ സാധാരണ അവർ തന്നെ അറിഞ്ഞിട്ടില്ല ഈ ന്യൂസ്. ഇത് ആരൊക്കെയാണ് ഇത് പടച്ചുപെടുന്നത്? അങ്ങനത്തെ കുറേ എണ്ണം ഈ ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് ഫുൾ. അത് ഇൻസ്റ്റാഗ്രാമിൽ ഫ്രോഡ് അങ്ങനെ വല്ലതിനും വരുന്ന സ്വന്തമാണ്. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ആ പന്നൻ്റെ അവനെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഒരു എത്തിക്സ് ഇല്ലാത്തൊരു ജീവി സാധനം എന്ന് വേണമെങ്കിൽ പറയുന്നത്. ഫുൾ ബിസിനസ് എന്നാണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ. എന്ത് ഫ്രോഡ് പരിപാടികളും കൊടുക്കാം, എന്ത് ആഡും കൊടുക്കാം, എന്ത് ഉടായ്പ വേണമെങ്കിൽ കൊടുക്കാം ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അതൊക്കെ ഇപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പടിച്ച് കിട്ടും. അപ്പോൾ ചാനൽ അടിച്ച് പോയി കളയും. അതൊക്കെ എടുത്ത് ഗൂഗിളിനോട് പറയേണ്ട കാര്യം തന്നെയാണ്. ഒരു മറ്റന്മാർക്ക് അതുകൊണ്ടാണ് ഇത്ര അധികം ഉടായ്പകളും ഫുൾ ഉടായ്പ ഈ ഫൈനാൻഷ്യൽ ഫ്രോഡ് എല്ലാ ഉടായ്പകളും ഇൻസ്റ്റാഗ്രാമിലാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഈ സാധനം പരക്കുണ്ടാകുന്നത്. അപ്പോൾ കുറേ അത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേറെ കാര്യം. ഒരു വിവരം ഇല്ലാണ്ടാണ് OnePlus അടിച്ചു പോകുന്നൊക്കെ പറഞ്ഞിട്ട് ഷെയർ വന്നേക്കുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി അത് കാണിച്ചു തരാം. ഒരു പേജും ഉണ്ട്, അതിലടക്കം വന്നിട്ടുണ്ട്. അതിൽ കൊടുത്തേക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയോ? എവിടെ പോയി? സ്മാർട്ട് ട്രിക്സ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാം. അവരൊക്കെ കൊടുത്തിട്ടുണ്ട് കൺഫ്യൂസിംഗ് റിപ്പോർട്ട് അറൌണ്ട് OnePlus ആർ മേക്കിംഗ് ഹെഡ്ലൈൻ എന്നൊക്കെ പറഞ്ഞിട്ട്. OnePlus ഇൻ ദ ന്യൂസ് ആഫ്റ്റർ റിപ്പോർട്ട് സജസ്റ്റഡ് ദാറ്റ് പാരന്റ് കമ്പനി ഒപ്പോ മേ ഡിസ്മാൻഡിൽ. അതായത് ഒപ്പോടെ കയ്യിലാണല്ലോ, നിങ്ങൾക്ക് അറിയായിരിക്കും. ഒപ്പോ OnePlusനെ നിർത്താൻ പോവാണ്, അടിച്ചുപൂട്ടി പൂട്ടിടുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതായത് റീസൺ പറഞ്ഞേക്കുന്നതാണ് 20% ഗ്ലോബൽ സെയിൽസ് ഡ്രോപ്പ്. ഓൾറെഡി അവരുടെ ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നതിന് ശേഷം അവർക്ക് ഓൾറെഡി ഡ്രോപ്പ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അപ്പോൾ അവർ നിർത്തേണ്ടതായിരുന്നു. പിന്നെ പ്രൊഡക്റ്റ് ക്യാൻസലേഷൻ, അതായത് Open 2 അതുപോലെ തന്നെ OnePlus 15S ഒക്കെ അവർ ക്യാൻസൽ ചെയ്തു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ടീം റിഡക്ഷൻ അക്രോസ് റീജിയൻ, അത് എല്ലാ സ്ഥലത്തും ആൾക്കാരെ പിരിച്ചുവിടുന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ ഒഫീഷ്യൽ അപ്ഡേറ്റ്സ് അവർ അതിൽ പറഞ്ഞിട്ടുണ്ട്. OnePlus ഹാസ് ക്ലിയർലി ഡിനൈഡ് ഷട്ടിംഗ് ഡൗൺ ഓപ്പറേഷൻ. അപ്പോൾ ഇത് ഒഫീഷ്യൽ ഒരു വെബ്സൈറ്റാണ്, സ്മാർട്ട് ട്രിക്സ് ഉണ്ട്. അപ്പോൾ അവർ ഓൾറെഡി കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ കുറേ എണ്ണം ഈ ഫേക്ക് കുറേ പേജുകളും കാണലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ ആ ഒഫീഷ്യൽ അപ്ഡേറ്റ് കൊടുത്തിട്ടില്ലേ, ബാക്കി കൊടുത്തേക്കുന്നത് എന്ന് വെച്ചാൽ വ്യൂസ് കിട്ടില്ലോ. അപ്പോൾ ഇത് സ്മാർട്ട് ട്രിക്സ് കുഴപ്പമില്ല. അത് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ അവർ കറക്റ്റായിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്, ഒഫീഷ്യൽ അപ്ഡേറ്റ് അതിന് കൊടുത്തിട്ടുണ്ട്. OnePlus ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതായത് അങ്ങനെ ഒരു സംഭവം അവർ ഇന്ത്യയിൽ ഷട്ടിംഗ് ഡൗൺ സംഭവമൊന്നുമില്ല. ഇന്ത്യയിലല്ല, വേൾഡിൽ തന്നെ ഷട്ടിംഗ് ഡൗൺ സംഭവം ചെയ്യുന്നില്ല. അവരെന്നെ ഈ ന്യൂസ് അറിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇതാണ് ഒരു OnePlusൻ്റെ റിഗാർഡിങ് ന്യൂസ്. എന്ന് വെച്ചാൽ എൻ്റെ തന്നെ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് OnePlus ഫോൺ കുറേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ തന്നെ കുറേ പേര് OnePlus ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാകും, ഈ OnePlus നിർത്താൻ പോയി അപ്ഡേറ്റ് എങ്ങനെ കിട്ടും, സർവീസ് അങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ട്. അതിപ്പോൾ ഒരു കമ്പനി നിർത്തുകയാണെങ്കിൽ തന്നെ അവർ സർവീസോ സംഭവമൊന്നും നിർത്തില്ല. അപ്പം തന്നെ എല്ലാ സംഭവം നിർത്തില്ല. നിങ്ങൾ ഫോർഡൊക്കെ കേട്ടിട്ടില്ലേ, ഫോർഡുമ്പോൾ കാറ് അവർ സർവീസൊന്നും നിർത്തിനാന്നില്ല, പാർട്സ് നിർത്തിനാന്നില്ല. ഒന്നത് നിർത്തുന്നില്ല, അത് വേറെ കാര്യം. OnePlus നിർത്തുന്നില്ല, അത് വേറെ കാര്യം. അത് ഫേക്ക് ന്യൂസാണ്. പക്ഷേ നിർത്തുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സർവീസും സംഭവമൊക്കെ കിട്ടും ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ OnePlus നിർത്താനൊന്നും പോകുന്നില്ല, അത് വേറെ കാര്യം. അപ്പോൾ ഈ ഒരു റിഗാർഡിങ്, അതായത് OnePlusനെ റിഗാർഡിങ് ഈ ഒരു ന്യൂസ് ഷെയർ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും സംശയം കാര്യങ്ങളൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് പേജ് ഫോളോ അടിക്കാം. നമ്മുടെ ഇൻസ്റ്റാഗ്രാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകളിലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റിൽ പോകുന്നതാണ്. അടുത്ത് കാണാം.